Hi all, yet another episode of Smart Plus app. ലീഡ്സ് അക്കാദമിയുടെ സ്മാർട്ട് പ്ലസ് ആപ്പിലേക്ക് നിങ്ങൾ എല്ലാവരും ഞാൻ ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യാണ്. അപ്പോൾ ഇംഗ്ലീഷിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററായ അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീയുടെ ഒരു ലാംഗ്വേജ് ഡിസ്കോഴ്സായ കോൺവെർസേഷനിലേക്കാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും പെർഫെക്റ്റ് ആയിട്ട് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് എങ്ങനെ ഒരു കോൺവെർസേഷൻ എഴുതാം. അപ്പോൾ കോൺവെർസേഷൻ എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് നോട്ട്ബുക്കും പെന്നൊക്കെ എടുത്ത് വെച്ചോളൂ. അപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെ ഒരു കോൺവെർസേഷൻ ബിൽഡ് ചെയ്യാം. അപ്പോൾ അതിൽ ആദ്യമായിട്ടൊരു കോൺവെർസേഷന് നമുക്ക് 5 മാർക്ക് അല്ലെങ്കിൽ 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത്. എക്സാമിന് മിക്കപ്പോഴും ഒരു കോൺവെർസേഷൻ ചോദിക്കാറുണ്ട്. അപ്പോൾ എങ്ങനെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഒരു കോൺവെർസേഷൻ കമ്പോസ് ചെയ്യാം, എഴുതാമെന്നാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും നോട്ട്ബുക്ക് എടുത്തില്ലേ? ഓക്കെ. അപ്പോൾ നമ്മൾ ആദ്യം വേണ്ടത് ഒരു നല്ലൊരു ഇൻട്രഡക്ഷൻ ആണ് വേണ്ടത്. ഒരു ഇൻട്രഡക്ഷൻ, അതായത് 2 പേര് തമ്മിലുള്ള കോൺവെർസേഷൻ ആണ് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ച ഏതെങ്കിലും ഒരു ചാപ്റ്ററിൽ 2 ക്യാരക്ടേഴ്സ് നടത്തുന്ന കോൺവെർസേഷൻ ആയിട്ടാണ് നിങ്ങൾക്ക് കമ്പോസ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് തുടക്കത്തിൽ ഒരു നല്ലൊരു ഇൻട്രഡക്ഷൻ. അപ്പോൾ നമ്മൾ ആസ് യൂഷ്വൽ ആരെയും കാണുന്ന സമയത്ത് ഹായ്, ഗുഡ് മോർണിംഗ്, ഹൗ ആർ യു, ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മൾ ഇൻട്രഡക്ഷൻ കൊടുക്കുന്നു, ഒരു ചെറിയ ഇൻട്രഡക്ഷൻ. അപ്പോൾ ആ ഒരു ചെറിയ ഇൻട്രഡക്ഷന് നമുക്ക് കിട്ടാൻ പോകുന്ന മാർക്ക് 1/2 മാർക്കാണ്. ഓക്കെ. അപ്പോൾ 1/2 മാർക്ക് കിട്ടിയില്ല എല്ലാവർക്കും. അപ്പോൾ ആ തുടക്കം, അപ്പോൾ ഒരു ചെറിയൊരു ഇൻട്രഡക്ഷനിലൂടെ കൊടുക്കുക. അപ്പോൾ നമുക്കിതിൽ പറയുന്നത് 7 എക്സ്ചേഞ്ചസ് അല്ലെങ്കിൽ 8 എക്സ്ചേഞ്ചസ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പോൾ 2 ക്യാരക്ടേഴ്സും അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തുന്ന സംസാരമാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. അപ്പോൾ അതിൽ നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ട ഒരു ഘടകമാണ് ക്വസ്റ്റ്യൻ ടാഗ്. എന്താണ് ക്വസ്റ്റ്യൻ ടാഗ് എന്ന് നിങ്ങൾക്ക് അറിയാവോ? ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെൻറ്റൻസിൻ്റെ അവസാനമായിട്ട് നമ്മൾ ചേർക്കുന്ന ഷോർട്ട് ക്വസ്റ്റ്യനെയാണ് ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ആ ഒരു സെൻറ്റൻസിനെ ഒരിക്കൽ കൂടി ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ് ക്വസ്റ്റ്യൻ ടാഗ്. അത് ആ സെൻറ്റൻസ് ഒന്ന് ഉറപ്പിക്കുക. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ മലയാളത്തിലും ഉപയോഗിക്കാറുണ്ട് അങ്ങനെ. ഓക്കെ, അവനോടെ പോയോ നമ്മൾ ഇടയ്ക്ക് എടുത്ത് ചോദിക്കാറില്ലേ? അപ്പോൾ അത് ആ സെൻറ്റൻസിൽ നിന്ന് ഉറപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. അപ്പോൾ അതുപോലെ ഉപയോഗിക്കുന്നതാണ് ക്വസ്റ്റ്യൻ ടാഗ്. അപ്പോൾ ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത് നമ്മൾ ഒരു സെൻറ്റൻസിൻ്റെ അവസാനം ഉപയോഗിക്കുന്ന ഷോർട്ട് ക്വസ്റ്റ്യനെയാണ്. അത് കമ്പോസ് ചെയ്യാൻ വളരെ സിമ്പിളാണ്, നോക്കിക്കോളൂ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഷീ ഈസ് എ സിംഗർ. ഇതാണ് ക്വസ്റ്റ്യൻ എങ്കിൽ, ഇതാണ് നമ്മൾ എഴുതാൻ പോകുന്നതെങ്കിൽ, ഇതിൻ്റെ അവസാനം നമ്മൾ ചേർക്കുന്ന ഷോർട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യനെയാണ് ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതിൽ ഓക്സിലറി വെർബ് ഏതാണെന്ന് നോക്കുക. ഓക്സിലറി വെർബ് ഏതാണ്? ഈസ് ആണ്. അപ്പോൾ ഈസിന് നമ്മൾ എടുത്തെഴുതുന്നു, ഈസ്. ഇത് സെൻറ്റൻസ് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ? ഓക്കെ, സെൻറ്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് അറിയാനൊന്നുമില്ല. സെൻറ്റൻസിൻ്റെ കൂടെ നോട്ട് അങ്ങനെയുള്ള വാക്കുകൾ എന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് നോക്കണം. എന്നിട്ട് നമ്മൾ സെൻറ്റൻസ് പോസിറ്റീവ് ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. അപ്പോൾ സെൻറ്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ ടാഗ് നെഗറ്റീവ് ആയിരിക്കണം. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഈസിൻ്റെ കൂടെ നോട്ട് ചേർക്കുക. ഈസ് പ്ലസ് നോട്ട് എന്താണ്? ഈസിൻറ്റ്. അപ്പോൾ ഈസിൻറ്റ്. ഇനി സബ്ജക്റ്റ് ഏതാണ് അവിടെ കിടക്കുന്നത്? സബ്ജക്റ്റ് ഷീ ആണ്. ഓക്കെ, ഷീ എഴുതി. പിന്നെ അടുത്തത് എന്താ ചെയ്യുക? ക്വസ്റ്റ്യൻ മാർക്ക് ഇടുക. ഓക്കെ, മനസ്സിലായോ എല്ലാവർക്കും? ഇതിങ്ങനെയാണ് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ടാഗ് എഴുതേണ്ടത്. ഒരെണ്ണോടെ പറഞ്ഞുതരാം, ശ്രദ്ധിച്ചോളുക. ഹീ വാസ് ലിസണിങ്. ഓക്കെ, ഹി വാസ് ലിസണിങ്. അപ്പോൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻ ടാഗ് എഴുതുമ്പോൾ ആദ്യം എന്ത് എഴുതണം? ഓക്കെ, ഓക്സിലറി വെർബ് എടുത്ത് എഴുതി, വാസ്. ഓക്കെ, അതിന് ശേഷമോ ഓക്കെ, സെൻറ്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? എന്താണ്? പോസിറ്റീവാണ്. അപ്പോൾ ടാഗിൻ്റെ കൂടെ എന്ത് ചേർക്കണം? നെഗറ്റീവായ നോട്ട് ചേർക്കണം. വാസ് പ്ലസ് നോട്ട് വാസിൻറ്റ്. ഓക്കെ, ദെൻ വെർബ് സബ്ജക്റ്റായ ഹീ. ഓക്കെ, വാസിൻറ്റ് ഹീ, ക്വസ്റ്റ്യൻ മാർക്ക്. ഓക്കെ, എല്ലാവർക്കും ഇത് മനസ്സിലായോ? ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി അടുത്തത് നമുക്ക് വേണ്ടത് ഒരു എക്സ്പ്രഷനാണ്. ഒരു എക്സ്പ്രഷൻ വേണം. എക്സ്പ്രഷൻ എന്ന് പറയുന്നത് വളരെ സിമ്പിളായ കാര്യമാണ്. നമ്മളെപ്പോഴും ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് എക്സ്പ്രഷനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇതൊരു എക്സ്പ്രഷനാണ് അല്ലേ? നമ്മളെപ്പോഴും ഉപയോഗിക്കുന്നതാണ് എക്സ്പ്രഷൻ. അങ്ങനെ ഒരു എക്സ്പ്രഷൻ നമ്മൾ ക്വസ്റ്റ്യൻ ടാഗിൽ കോൺവെർസേഷനിൽ ഉപയോഗിക്കുക. അപ്പം ക്വസ്റ്റ്യൻ ടാഗ് ഉപയോഗിച്ചാൽ നമുക്ക് 1 മാർക്കാണ്. ഒരു എക്സ്പ്രഷൻ വെച്ച് ഒരു സെൻറ്റൻസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിന് 1 മാർക്കാണ്. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് ഒരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. എങ്ങനെയാണ് ഒരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ എഴുതാമെന്ന് അറിയാവോ? വളരെ സിമ്പിളായ കാര്യമാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഹി
ഈസ് വാച്ചിങ് TV. ഇതാണ് ഇതെങ്കിൽ നമ്മൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻ ടാഗ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ഇടാൻ വളരെ സിമ്പിളാണ്. ഈ ഈസ് ഇല്ലേ, ഈസായ ഓക്സിലറി വെർബിനെ ഫ്രണ്ടിൽ എടുത്തിട്ട് കഴിഞ്ഞാൽ അതെന്തായി? യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആയി. ഓക്കെ, ഈസ് ഹി വാച്ചിങ് TV. അപ്പോൾ ഓക്സിലറി വെർബായ ഈസ്, ആം, ആർ, വാസ്, വേർ, വില്ല്, ഷാല്, ഡു, ഡസ്, ഡിഡ് ഇങ്ങനെയുള്ള വേർഡുകളെല്ലാം നമ്മൾ ആദ്യം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതെന്തായി? യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആയി. ഓക്കെ, മനസ്സിലായോ എല്ലാവർക്കും അത്? അപ്പോൾ നമ്മൾ ഇൻട്രഡക്ഷൻ, ക്വസ്റ്റ്യൻ ടാഗ്, എക്സ്പ്രഷൻ, പിന്നെ വേണ്ടത് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ. ഇനി അടുത്തത് വേണ്ടത് WH ക്വസ്റ്റ്യൻസ്. ഏതൊക്കെയാണ് WH ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അറിയാവോ? ഇപ്പോൾ ഒന്ന് വാട്ട്, പിന്നെ വെൻ, പറഞ്ഞോ വേർ, പിന്നെ വിച്ച്, അടുത്ത് പറയേ ഹൂ, ഹൂസ്, ഹും, ഹൗ. ഇതാണ് WH വേർഡ്സ്, അതായത് 8 Wയും ഒരു Hഉം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെയൊക്കെ അർത്ഥം നിങ്ങൾക്ക് അറിയാവോ? അർത്ഥം പറയാവോ? ഓക്കെ, അർത്ഥം പറയാം. വാട്ട് എന്ത്, വെൻ പറഞ്ഞു എപ്പോൾ, വേർ എവിടെ, വിച്ച് ഏത്, ഹു ആര്, ഹൂസ് ആരുടെ, ഹും ആരെ, ഹൗ എങ്ങനെ. ഓക്കെ, അപ്പോൾ ഇതാണ് WH വേർഡ്സ്. ഈ WH വെച്ചുകൊണ്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എഴുതേണ്ടത്. ഫോർ എക്സാമ്പിൾ നേരത്തെ എഴുതിയ സെൻറ്റൻസ് തന്നെ നോക്കാം. ഹീ ഈസ് വാച്ചിങ് TV. അപ്പോൾ അതാണ് സെൻറ്റൻസ് ഉള്ളത്. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ WH ആക്കാൻ പറ്റും? അപ്പോൾ അവൻ എന്താണ് കാണുന്നത് എങ്ങനെ എഴുതുക? പറഞ്ഞോ. യെസ്, ദാറ്റ് ഈസ് കറക്റ്റ്. വാട്ട് ഈസ് അല്ലെങ്കിൽ ഹൂ ഈസ് വാച്ചിങ് TV, അല്ലെങ്കിൽ എന്താ വാട്ട് ഈസ് ഹി വാച്ചിങ്. ഈ രണ്ട് രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു WH വേർഡ് നമ്മൾ എഴുതുക. ഇനി അടുത്തത് വേണ്ടത് ഷോർട്ട് ഫോംസ് ആണ്. ഷോർട്ട് ഫോംസ് നമ്മൾ ക്വസ്റ്റ്യൻ ടാഗിൽ നമ്മൾ എഴുതിയ അവസാനം എഴുതിയില്ലേ? RU, ഓക്കെ, ഈസിൻ്റെ ഹി, ഷീ. ഓക്കെ, ഇങ്ങനെയുള്ള ഷോർട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉപയോഗിക്കുക. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മാർക്കാണ് ഉള്ളത്. പിന്നെ അവസാനമായിട്ട് ഒരു ഗുഡ് എൻഡിങ്, ഒരു നല്ല അവസാനമാണ് വേണ്ടത്. അത് നമ്മളെന്താ ഓക്കെ, സി യു സൂൺ, ബൈ, ഇങ്ങനെയാണ് നമ്മൾ പറയാറുള്ളത്. അങ്ങനെ ടോട്ടൽ കോൺവെർസേഷൻ നമുക്ക് വരുന്നത് 6 മാർക്കിൻ്റെയാണ്. 5 മാർക്കിൻ്റെ ആണെങ്കിൽ നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ഒഴിവാക്കാം. ഷോർട്ട് ഫോംസ് വേണമെങ്കിൽ ഒഴിവാക്കാം. അപ്പോൾ നല്ലൊരു ഇൻട്രഡക്ഷൻ കൊടുക്കുക, അതിന് 1/2 മാർക്ക്. ക്വസ്റ്റ്യൻ ടാഗ് ഒരു സെൻറ്റൻസിൻ്റെ അവസാനം ഉപയോഗിക്കുന്ന ഷോർട്ട് ക്വസ്റ്റ്യനെയാണ്. അപ്പോൾ സെൻറ്റൻസ് നിങ്ങളാണ് എഴുതുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സെൻറ്റൻസ് അങ്ങ് എഴുതിയാൽ മതി. അപ്പോൾ ഇറ്റ് ഈസ് ഓക്കെ. ഇനി ഒരു എക്സ്പ്രഷൻ, ഓ, വാവ്, ഇല്ലേ, അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു എക്സ്പ്രഷൻ വെച്ചുകൊണ്ട് ഒരു സെൻറ്റൻസ് എഴുതുക. ഇനി അടുത്തത് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ. യെസ് ഓർ നോ ക്വസ്റ്റ്യൻ എങ്ങനെ എഴുതണ്ടേ? യെസ്, ഓക്സിലറി വെർബുകളെ ആദ്യം ഉപയോഗിച്ചുകൊണ്ട് എഴുതി കഴിഞ്ഞാൽ എന്തായി? അത് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആയി. പിന്നെ WH വേർഡ്, ഓക്കെ, 8 Wയും ഒരു Hഉം, അങ്ങനെയാണ് WH വേർഡ്, ക്വസ്റ്റ്യൻ വേർഡ്സ് എന്ന് പറയും. ഓക്കെ, അത് നമ്മൾ പഠിച്ചു, അത് ഒരെണ്ണം ഉപയോഗിക്കാം. പിന്നെ ഷോർട്ട് ഫോംസ് ഉപയോഗിക്കാം. ചെറിയ ഷോർട്ട് ഫോംസ്, ഷോർട്ട് ക്വസ്റ്റ്യൻസ് ഉപയോഗിക്കുക. ലാസ്റ്റ് എന്താ വേണ്ടേ? ഒരു ഗുഡ് എൻഡിങ്. ഓക്കെ, മനസ്സിലായോ എങ്ങനെ കോൺവെർസേഷൻ ഉണ്ടാക്കുന്നത്? അപ്പോൾ ഇനി എന്തായാലും ഈസി ആയിട്ട് നിങ്ങൾക്ക് 5 മാർക്ക് അല്ലെങ്കിൽ 6 മാർക്ക് മേടിക്കാവുന്നല്ലേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ കോൺവെർസേഷൻ വളരെ സിമ്പിളാണ്. കോൺവെർസേഷന് നിങ്ങൾക്ക് എന്തായാലും 5 മാർക്ക് മേടിച്ചോണം. കാരണം ഇത് വളരെ ഈസി ആയ കാര്യമാണ്. പക്ഷെ നിങ്ങൾ എഴുതുന്ന സമയത്ത് ഈ കാര്യങ്ങൾ വന്നിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്താം. ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസിലി 5 മാർക്ക് അല്ലെങ്കിൽ 6 മാർക്ക് എന്തിന് കിട്ടും? ഈ ഒരു കോൺവെർസേഷൻ കിട്ടും. എല്ലാ എക്സാമിനും നമുക്ക് ചോദിക്കുന്നതാണ് കോൺവെർസേഷൻ. അപ്പോൾ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, പെർഫെക്റ്റ് അല്ല എല്ലാവരും? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പുതിയ ലെസൺ തുടങ്ങണം. പുതിയ ലെസൻ്റെ പേരെന്താ? അത് സ്നേക്ക് ആൻഡ് ദ മിറർ, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ കഥയാണ്. അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ പിരിയുമല്ലേ? ഓക്കെ, സീ യു.